ഹലോ, നമ്മൾ ഈ ഒരു ഭാഗത്ത് നോക്കാൻ പോകുന്നത് കൺട്രോൾ ഫ്ലോ സ്ട്രക്ചേഴ്സിനെ കുറിച്ചിട്ടാണ്. നമ്മൾ മറ്റുള്ള ലാംഗ്വേജുകളിലൊക്കെ പഠിച്ചതുപോലെ തന്നെയുള്ള കൺട്രോൾ ഫ്ലോ സ്ട്രക്ചേഴ്സാണ് ഇതിലും വരുന്നത്. നമുക്കതിൻ്റെ സിൻടാക്സ് ഒക്കെ ഒന്ന് നോക്കാം. അഥവാ കൺട്രോൾ ഫ്ലോ സ്ട്രക്ചേഴ്സ് എന്താണെന്ന് ആദ്യം പറയാം. ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻസൈഡ് യുവർ സോഴ്സ് ഫയൽസ് ആർ ജനറലി എക്സിക്യൂട്ടഡ് ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ ദ ഓർഡർ ദാറ്റ് ദേ അപ്പിയർ. നമുക്കറിയാവുന്നതാണ് സാധാരണ രീതിയിൽ നമ്മളുടെ സോഴ്സ് ഫയലിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുക. ടോപ്പ് ടു ബോട്ടം ആയിരിക്കും അല്ലേ. ടോപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ബോട്ടത്തിലോട്ട് പോകുന്ന രീതിയിലായിരിക്കും സാധാരണ. അത് അപ്പിയർ ചെയ്യുന്ന രീതിയിലായിരിക്കും. എങ്ങനെയാണോ അത് ഏത് ഓർഡറിലാണോ അത് അപ്പിയർ ചെയ്യുന്നത് ആ രീതിയിലായിരിക്കും അത് എക്സിക്യൂട്ട് ചെയ്യാറുള്ളത്. ഇറ്റ് ബ്രേക്ക് അപ്പ് ദ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ ബൈ എംപ്ലോയിങ് ഡിസിഷൻ മേക്കിംഗ്, ലൂപ്പിംഗ് ആൻഡ് ബ്രാഞ്ചിങ്, enabling your program to conditionally execute particular block of code. പക്ഷേ ഈ കൺട്രോൾ ഫ്ലോ സ്ട്രക്ചേഴ്സ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ആണ് നമ്മൾ ആ ഉപയോഗിക്കുന്ന കേസിൽ എന്ത് ചെയ്യും, അത് ചിലപ്പോൾ എന്ത് ചെയ്യും, ഇപ്പം എക്സാമ്പിൾ പറയാം, ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്, അതേപോലെ തന്നെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ അതിനുള്ള എക്സാമ്പിൾസ് ആണ്. സോ അതെന്ത് ചെയ്യും, ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ച് പർട്ടിക്കുലർ ബ്ലോക്ക് ഓഫ് കോഡ് ആയിരിക്കും അത് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടാവുക. അത് ഏതാവണമെന്നില്ല, ആ ടോപ്പ് ടു ബോട്ടം ഉള്ള എക്സിക്യൂഷൻ അതുപോലെ തന്നെ ആവണമെന്നില്ല, അത് അപ്പിയർ ചെയ്യുന്ന അതേ ഓർഡറിൽ തന്നെ ആവണമെന്നില്ല. കൺട്രോൾ ഫ്ലോ സ്ട്രക്ചേഴ്സ് ഉപയോഗിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഓർഡറൊക്കെ എന്ത് ചെയ്യും, മാറി വരാം. ഓക്കെ, സോ മെയിനായിട്ടുള്ള കൺട്രോൾ ഫ്ലോ സ്ട്രക്ചേഴ്സാണ് മൂന്നെണ്ണമാണ് ഇവിടെ. എൻ്റെ ഗ്രൂപ്പ് ഓഫ് കൺട്രോൾ ഫ്ലോ സ്ട്രക്ചേഴ്സ് മൂന്നെണ്ണമാണ്. ഫസ്റ്റ് വൺ ബ്രാഞ്ചിങ് ഓർ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നുള്ളതാണ് ഫസ്റ്റ് കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറി ലൂപ്സ് ആണ്. മൂന്നാമത്തെ കാറ്റഗറി ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ എന്നുള്ളതാണ്. സോ നമുക്ക് ഓരോന്നും നോക്കാം. ആദ്യം ബ്രാഞ്ചിങ് ഓർ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അഥവാ ഇത് ടു പെർഫോം ഡിഫറെൻറ്റ് ആക്ഷൻസ് ഫോർ ഡിഫറെൻറ്റ് കണ്ടീഷൻസ് യു ക്യാൻ യൂസ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ യുവർ കോഡ് ടു ഡു ദിസ്. അഥവാ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഇന്നൊരു കോഡുകൾ എക്സിക്യൂട്ട് ചെയ്യാം. ആ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ ഇന്നൊരു കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാം. അങ്ങനെ മൾട്ടിപ്പിൾ കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യേണ്ട കേസിൽ നമ്മളൊക്കെ ഉപയോഗിക്കുന്നതാണ് ബ്രാഞ്ചിങ് അല്ലെങ്കിൽ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. സോ അത് ഇവിടെ 4 കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. ഒന്ന് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്, ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്, ഈഫ് എൽസ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കും, ഞാൻ ജസ്റ്റ് ഇത് പറയുന്നേ ഉള്ളൂ. ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ നിങ്ങൾ മോർ ഫോക്കസ് കൊടുക്കേണ്ടത് PHPൻ്റെ കേസിൽ എങ്ങനെയാണ് ആ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് സിൻടാക്സ് ഒക്കെ വരുന്നത് എന്നുള്ള കാര്യങ്ങൾക്കാണ്. ഓക്കെ, സോ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്കറിയാം, എക്സിക്യൂട്ട് സം കോഡ് ഇഫ് വൺ കണ്ടീഷൻ ഈസ് ട്രൂ. അഥവാ ഒരു കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ ഏത് കോഡാണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈഫ് സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നത്. ഇവിടെ നോക്കുക, സിൻടാക്സ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഈഫ് സം കണ്ടീഷൻ അല്ലേ, അപ്പം എന്ത് ചെയ്യുന്നു, ഈ കണ്ടീഷൻ എക്സിക്യൂട്ട് ചെയ്ത് ഇത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ ഈഫിൻ്റെ ഉള്ളിൽ കിടക്കും, ദെൻ ഇതിൻ്റെ ഉള്ളിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഫാൾസ് ആണെങ്കിൽ എന്ത് ചെയ്യില്ല, ഇതിൻ്റെ ഉള്ളിൽ കിടക്കില്ല. ഓക്കെ, എക്സാമ്പിൾ നോക്കുന്ന സമയത്ത് നോക്കൂ, ഇവിടെ PHP സ്റ്റാർട്ട് ചെയ്തു, സം $t ഡേറ്റ് ഓഫ് ഹവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, കറൻറ്റ് ഡേറ്റിലുള്ള ഹവേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് അത് ടീലുണ്ടാവും. ആ T<20 ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് എക്കോ ഹാവ് എ ഗുഡ് ഡേ എന്ന് പ്രിൻ്റ് ചെയ്യിക്കണം. സോ ഇവിടെ ഈ $t വാല്യൂ <20 അല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, ഈ എക്കോ ഹാവ് എ ഗുഡ് ഡേ പ്രിൻ്റ് ചെയ്യില്ല, പകരം ഇതിൻ്റെ പുറത്തേക്കാണ് വരുന്നുണ്ടാവുക, അപ്പോൾ ഒന്നും പ്രിൻ്റ് ചെയ്യില്ല. ഓക്കെ, സോ ഇതാണ് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഈഫ് എൽസ് ആവുന്ന സമയത്ത് എന്തായിരിക്കും, ഇറ്റ് എക്സിക്യൂട്ട് സം കോഡ് ഇഫ് എ കണ്ടീഷൻ ഈസ് ട്രൂ ആൻഡ് അനദർ കോഡ് ഇഫ് ദാറ്റ് കണ്ടീഷൻ ഈസ് ഫാൾസ്. അത് ഈഫ് എൽസ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇന്ന ബ്ലോക്ക് ഓഫ് കോഡുകൾ എക്സിക്യൂട്ട് ചെയ്യാം. അത് ഫാൾസ് ആണെങ്കിൽ മറ്റുള്ള വേറെ ഒരു ബ്ലോക്ക് ഓഫ് കോഡുകൾ എന്ത് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യാന്നുള്ള രീതിയിൽ. ഇവിടെ നോക്കുക സിൻടാക്സ്, ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ കോഡ് ടു ബി എക്സിക്യൂട്ടഡ് ഇഫ് കണ്ടീഷൻ ഈസ് ട്രൂ. ഈ കണ്ടീഷൻ ട്രൂ ആകുന്ന സമയത്ത് ഉള്ള കോഡാണ് ഇവിടെ വരുന്നുണ്ടാവുക, ഈ ഈഫിൻ്റെ ഉള്ളിൽ വരുന്നുണ്ടാവുക. ദെൻ എൽസിൽ എന്ത് ചെയ്യും, ഈ കണ്ടീഷൻ ഫാൾസ് ആകുന്നുള്ള കോഡാണ് ഇവിടെ വരിക, ഈ എൽസിൻ്റെ ബ്ലോക്കിൻ്റെ ഉള്ളിൽ വരുന്നുണ്ടാവുക. എക്സാമ്പിൾ ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. അതേ ഡേറ്റ് ഓഫ് H എടുത്തു, ദാറ്റ് മീൻസ് ഹവർ നമുക്ക് ഇവിടെ ഉണ്ടാവും, Tയിലുണ്ടാവും. ആ T20 കുറവാണെന്നുണ്ടെങ്കിൽ Tയുടെ വാല്യൂ എന്താവും, ഹാവ് എ ഗുഡ് ഡേ എന്ന് വരും. എൽസ് അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഹാവ് എ ഗുഡ് നൈറ്റ് എന്ന് വരും, എക്കോ ഹാവ് എ ഗുഡ് നൈറ്റ് എന്ന് വരും. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലേ. ട്രൂ ആണെങ്കിൽ ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഫാൾസ് ആണെങ്കിൽ ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും.
സോ ഇനി നമുക്ക് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. അഥവാ ഇറ്റ് എക്സിക്യൂട്ട് ഡിഫറെൻറ്റ് കോഡ് ഫോർ മോർ ദാൻ 2 കണ്ടീഷൻസ്. അഥവാ നമുക്ക് എന്ത് ചെയ്യണം മോർ ദാൻ കണ്ടീഷൻസ്. ഇവിടെ ഒരു കണ്ടീഷൻ മാത്രമല്ല ഉള്ളത്, മോർ ദാൻ 2 കണ്ടീഷൻസ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കേസിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, എൽസ് ഇഫ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, സോ ഇവിടെ നോക്കുക, കണ്ടീഷൻ സിൻടാക്സ് ആണ്. പർട്ടിക്കുലർ കണ്ടീഷൻ ഇത് ട്രൂ ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്യും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, വേറൊരു കണ്ടീഷൻ, അല്ലെങ്കിലും എന്ത് ചെയ്യണം, വേറൊരു കണ്ടീഷൻ നമുക്ക് ചെക്ക് ചെയ്യേണ്ട കേസായിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, ഇപ്പം എന്ത് ചെയ്യുന്നു, കുറേ ഫ്രൂട്ട്സ് ഉണ്ട്. സോ ആദ്യം നമുക്ക് മാംഗോ ആണോ ചെക്ക് ചെയ്യണം, മാംഗോ അല്ലെങ്കിൽ പിന്നെയും വേറെ ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട്. സോ ആദ്യം ഓറഞ്ച് ആണോ നോക്കണം, അല്ലെങ്കിൽ ഓറഞ്ച് ആണോ നോക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, വേറെ എന്തെങ്കിലും ആണോ എന്നുള്ള രീതിയിൽ നോക്കണം. സോ അതാണ് ഇവിടെ എന്ത് ചെയ്യുന്നു, എൽസ് ഇഫ് സം കണ്ടീഷൻസ് ആണോ നോക്കും. ഈ ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എക്സിക്യൂട്ട് ചെയ്യും. ഇനി ഒന്നും അല്ലെങ്കിലാണ് നമ്മളുടെ എന്ത് ചെയ്യുന്നത്, എൽസ് എന്നുള്ളത്. നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ഇനിയും എൽസ് ഇഫുകൾ കുറേ കൊടുക്കാം. ലാസ്റ്റ് എന്ത് കൊടുക്കുക, എൽസ് കൊടുക്കുക. ദാറ്റ് മീൻസ് ഈ ഒരു കണ്ടീഷൻസ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്യാത്ത കേസിലുള്ള കോഡായിരിക്കും ഈ എൽസിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കുന്നുണ്ടാവുക ഇവിടെ. ഓക്കെ, സിമ്പിളാണ്. ദെൻ അടുത്തത് ഇവിടെ അതിൻ്റെ എക്സാമ്പിളാണ് കാണിക്കുന്നത്. നോക്കൂ, ഇവിടെ 10-നെക്കാട്ടിലും കുറവാണെങ്കിൽ ഗുഡ് മോർണിംഗ് എന്ന് പ്രിൻറ്റ് ചെയ്യുന്നു, 20-നെക്കാട്ടിലും കുറവാണെങ്കിൽ ഹാവ് ഗുഡ് ഡേ എന്ന് പ്രിൻറ്റ് ചെയ്യുന്നു, അല്ലാത്ത കേസിൽ ഹാവ് എ ഗുഡ് നൈറ്റ് എന്ന് പ്രിൻറ്റ് ചെയ്യുന്നു. അഥവാ ഈ രണ്ടും കണ്ടീഷനും ഫാൾസ് ആകുന്ന കേസിലാണ് ഈ എൽസിലോട്ട് ഇവിടെ വന്നിട്ടുള്ളത്. ഇത് നമുക്ക് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സെലക്ട് വൺ ഓഫ് മെനി ബ്ലോക്സ് ഓഫ് കോഡ് ടു ബി എക്സിക്യൂട്ടഡ്. അഥവാ നമുക്കിവിടെ കേസായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ കേസിൽ അഥവാ നമുക്ക് എന്ത് ചെയ്യണം, കുറേ കണ്ടീഷൻസ് നമുക്കിവിടെ ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്ന കേസിലാണ് നമ്മൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് എന്ത് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ. മെനി ബ്ലോക്ക് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യേണ്ട കേസിൽ നമ്മൾ എന്ത് ചെയ്യും, സ്വിച്ച് ഓഫ് എൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ എന്നിൻ്റെ വാല്യൂ ദെൻ ഓപ്പൺ ചെയ്യും. കേസ് ലേബൽ 1 ആണെങ്കിൽ ഈ ലേബൽ 1 ഇല്ലേ, ദാറ്റ് മീൻസ് എന്നിൻ്റെ ഒരു എന്തായിരിക്കും ഇവിടെ ഒരു കണ്ടീഷൻ, ദാറ്റ് മീൻസ് എന്നിൻ്റെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും വരുന്നുണ്ടാവുക. ദാറ്റ് മീൻസ് ഇപ്പം എന്നിൻ്റെ വാല്യൂ 1 ആവുന്ന കേസിൽ ഈ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്യുക. കോഡ് ടു ബി എക്സിക്യൂട്ടഡ് ഇഫ് എൻ ഈക്വൽ ടു ലേബൽ 1. എന്നിൻ്റെ വാല്യൂ ലേബൽ 1 ആകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഭാഗം എക്സിക്യൂട്ട് ചെയ്യും, എന്നിട്ട് ബ്രേക്ക് ചെയ്യും. ഇതിൽ ഏതെങ്കിലും ഒന്നേ വരുള്ളൂ, ഒരിക്കലും മോർ ദാൻ ഒരു കേസ് ബ്ലോക്കിലുള്ള കാര്യം ഒരു സമയത്ത് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഓക്കെ, ദെൻ എന്ത് ചെയ്യുന്നു, ഇതല്ലെങ്കിൽ എന്ത് ചെയ്യും, കേസ് ലേബൽ 1 നോക്കും. ദാറ്റ് മീൻസ് ലേബൽ 1 ആണോ എന്നിൻ്റെ വാല്യൂ എന്ന് നോക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, എവിടുക്കാൻ വരാം, നേരെ ഇവിടുക്കാൻ വരാം. കേസ് ലേബൽ 2 ആണോ എന്നിൻ്റെ വാല്യൂ എന്ന് നോക്കും. ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യും, ബ്രേക്ക് ചെയ്യും മീൻസ് എങ്ങോട്ടാ വരിക, ഈ സ്വിച്ചിൻ്റെ പുറത്തേക്ക് വരും. ബാക്കിയുള്ളതൊന്നും ചെക്ക് ചെയ്യില്ല. ട്രൂ ആണെങ്കിൽ, ഫാൾസ് ആണെങ്കിൽ ഓരോ കേസുകളും നോക്കും. ഏത് കേസാണോ ട്രൂ ആവുന്നത് അവിടെ അതിൻ്റെ കോഡ് എക്സിക്യൂട്ട് ചെയ്തിട്ട് നേരെ ബ്രേക്ക് ചെയ്തിട്ട് എവിടെ വരും, പുറത്തേക്ക് വരും. ഓക്കെ, അപ്പോൾ ആ കാര്യം മനസ്സിലാക്കി വെക്കുക. ഇനിയിപ്പോൾ എല്ലാ കേസുകളും നോക്കി ഒറ്റൊരു കേസും എന്തല്ല, ട്രൂ അല്ല, ദാറ്റ് മീൻസ് എന്നിൻ്റെ വാല്യൂ അതൊന്നും അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിഫോൾട്ട് എന്നുള്ള ലാസ്റ്റ് ഒരു ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കും. അതിലെന്തായിരിക്കും, കോഡ് ടു ബി എക്സിക്യൂട്ടഡ് ഇഫ് എൻ ഇസ് ഡിഫറെൻറ്റ് ഫ്രം ആൾ ലേബൽസ്. എല്ലാ ലേബൽസിൽ നിന്നും ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഡിഫോൾട്ട് എന്നിട്ടുള്ള ഭാഗത്ത് കൊടുത്തിട്ടുള്ള കോഡായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ ദിസ് ഇസ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. എൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പം ഇവിടെ ഫേവറേറ്റ് കളർ ഈക്വൽ ടു റെഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ സ്വിച്ച് ഇവിടെ ഫേവറേറ്റ് കളർ എന്നുള്ളത് ഇവിടെ കൊടുത്തു. നമ്മൾ എന്നിൻ്റെ സ്ഥാനത്ത് ഫേവറേറ്റ് കളർ എന്താണോ നമുക്ക് കണ്ടീഷനായിട്ട് ചെക്ക് ചെയ്യേണ്ടത് അതിൻ്റെ വാല്യൂസ് ആയിരിക്കും ഇവിടെ ഓരോ കേസുകളിലും നമ്മൾ കൊടുക്കുന്നുണ്ടാകും. സോ ഇവിടെ ഓരോ കേസുകളിലും കൊടുത്തത് കണ്ടോ, ഇവിടെ ഇപ്പം എന്ത് ചെയ്തു, ഫസ്റ്റ് കേസിൽ റെഡ് കൊടുത്തു നോക്കി. അഥവാ ഫേവറേറ്റ് കളർ റെഡ് ആണോ എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. റെഡ് ആണെങ്കിൽ എന്ത് ചെയ്യും, എക്കോ യുവർ ഫേവറേറ്റ് കളർ ഈസ് റെഡ് എന്ന് അവിടെ പ്രിൻറ്റ് ചെയ്യും. സോ ഇവിടെ നമ്മൾ ഫേവറേറ്റ് കളറിൽ റെഡ് ആണുള്ളത്. സോ എന്താ ഇവിടെ പ്രിൻറ്റ് ചെയ്യുക, യുവർ ഫേവറേറ്റ് കളർ ഈസ് റെഡ് എന്ന് പ്രിൻറ്റ് ചെയ്യും. ദെൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നേരെ ഇങ്ങോട്ട് വരും, ഇതിൻ്റെ പുറത്തേക്ക് വരും, സ്വിച്ചിൻ്റെ പുറത്തേക്ക് വരും. ഓക്കെ, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും, PHP ക്ലോസ് ആണ് എന്നുള്ള രീതിയിൽ. ഇനി റെഡ് അല്ലെങ്കിൽ എന്ത് ചെയ്യും, മാത്രമേ ബ്ലൂ ആണോ നോക്കുള്ളൂ, അതും അല്ലെങ്കിലാണ് ഗ്രീൻ ആണോ നോക്കുള്ളൂ. ഡിഫാൾട്ടായിട്ട് ഇവിടെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, പ്രിൻറ്റ് ചെയ്യും. ഇനി നമുക്ക് നോക്കാനുള്ളത് ലൂപ്സിനെ കുറിച്ചിട്ടാണ്. സെക്കൻഡ് കാറ്റഗറി ലൂപ്സ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സിക്യൂട്ട് ദ സെയിം ബ്ലോക്ക് ഓഫ് കോഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ആസ് ലോങ് ആസ് സെർട്ടൻ കണ്ടീഷൻ ഈസ് ട്രൂ. അഥവാ എന്ത് ചെയ്യുന്നു, ഒരു ബ്ലോക്ക് ഓഫ് കോഡ് നമുക്ക് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നൊരു കേസ് അല്ലേ.
സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അഥവാ ഒരു ബ്ലോക്ക് ഓഫ് കോഡ് നമുക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും എക്സിക്യൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതേ കോഡ് വീണ്ടും വീണ്ടും ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി, ഈ ലൂപ്സ് യൂസ് ചെയ്താൽ മതി. ചിലപ്പോൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതേ കോഡ് എന്ത് ചെയ്യുക, വീണ്ടും എക്സിക്യൂട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, വേറെ എങ്ങോട്ടെങ്കിലും പോകുന്ന കേസാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ഇത് ഇവിടെ എന്താണ്, ഒരേ കോഡിനെ ഞങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കേസ്, അതാണ് ലൂപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഇതിൽ മെയിനായിട്ടും 4 ലൂപ്സ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. വൈൽ ലൂപ്പ്, ഡു വൈൽ, ഫോർ ഈച്ച്. വൈലും ഡു വൈലും ഫോറൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചതായിരിക്കും ബാക്കിയുള്ള ലാംഗ്വേജിൻ്റെ കേസിലൊക്കെ. ഫോർ ഈച്ച് ആണ് ഇവിടെ ഒരു ചെറിയ എക്സ്ട്രാ വരുന്നത്. സോ നമുക്ക് ഓരോന്നും എന്താണെന്നുള്ളത് ജസ്റ്റ് നോക്കാം. വൈൽ ലൂപ്പിൻ്റെ കേസിൽ ഇറ്റ് എക്സിക്യൂട്ട് എ ബ്ലോക്ക് ഓഫ് കോഡ് ആസ് ലോങ് ആസ് ദ സ്പെസിഫൈഡ് കണ്ടീഷൻ ഈസ് ട്രൂ. അത് ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ ട്രൂ ആകുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒരു ബ്ലോക്ക് ഓഫ് കോഡ് എന്ത് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇവിടെ നോക്കുക, വൈൽ ഇന്ന് സിൻടാക്സ് എങ്ങനെയാണ്, വൈൽ കണ്ടീഷൻ ഈസ് ട്രൂ. ഇത് ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, കോഡ് ടു ബി എക്സിക്യൂട്ടഡ്. ഇവിടെ എന്ത് ചെയ്യും, നമ്മൾ കോഡുകൾ കൊടുത്തിട്ടുണ്ടാവും. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട കോഡുകൾ. പിന്നെ എന്ത് ചെയ്യും, ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യും, ഈ കോഡ് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഏതുവരെ, ഈ കണ്ടീഷൻ ഫാൾസ് ആകുന്നത് വരെ. ഇവിടെ കൊടുത്തിട്ടുള്ള കണ്ടീഷൻ ഫാൾസ് ആകുന്നവരെ ഇതെന്ത് ചെയ്യും, ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് ഫാൾസ് ആയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും, ഈ വയലിൻ്റെ പുറത്തേക്ക് വരും. ഈ ഒരു എക്സാമ്പിൾ നോക്കൂ, എക്സിൻ്റെ വാല്യൂ 1 ആക്കിയാണ് ഞാൻ അവിടെ വെച്ചിട്ടുള്ളത്. ഇവിടെ ചെക്ക് ചെയ്യുന്നത് എന്താണ്, എക്സിൻ്റെ വാല്യൂ 5 കുറവാണോ നോക്കുന്നു. എക്കോ ദ നമ്പർ ഈസ് എന്താ പ്രിന്റ് ചെയ്യിക്കുന്നത്, $x, അഥവാ എക്സിൻ്റെ വാല്യൂ ഇങ്ങനെ പ്രിന്റ് ചെയ്യിക്കുന്നു. ഫസ്റ്റ് 1 പ്രിന്റ് ചെയ്യിക്കും, ഇവിടെ എക്സിൻ്റെ വാല്യൂ 1 കൂട്ടുന്നു. ദാറ്റ് മീൻസ് 2 ആക്കിയിട്ടുണ്ട്. 2 ആക്കിയ സമയത്ത് വീണ്ടും കൺട്രോൾ ഇങ്ങോട്ട് വരും. എക്സിൻ്റെ വാല്യൂ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ, ആണ്. സോ വീണ്ടും ആ നമ്പർ പ്രിന്റ് ചെയ്യും. ദ നമ്പർ ഈസ് 2 പ്രിന്റ് ചെയ്യും. ദെൻ വീണ്ടും 3 ആക്കും. അങ്ങനെ ഇങ്ങനെ എന്ത് ചെയ്യും, ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ എക്സിൻ്റെ വാല്യൂ 5 ആക്കി, 5 പ്രിന്റ് ചെയ്തു. ദെൻ 6 ആക്കി, 6 ആക്കിയിട്ട് ഇവിടെ നോക്കും, 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ, അല്ല. സോ അപ്പോൾ എന്ത് ചെയ്യും, ഇതിൻ്റെ പുറത്തേക്ക് വരും. ദെൻ അവിടെ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ആവും. സോ ദിസ് ഇസ് വൈൽ ലൂപ്പ്. ദെൻ ഡു വൈൽ ലൂപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു വ്യത്യാസമേ വരുന്നുള്ളൂ. ഇറ്റ് എക്സിക്യൂട്ട് ദ ബ്ലോക്ക് ഓഫ് കോഡ് വൺസ്. എന്താണ്, ഒരു വട്ടം എന്തായാലും ആ കോഡ് ഡു വൈലിലുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളതാണ്. ഇറ്റ് വിൽ ദെൻ ചെക്ക് ദ കണ്ടീഷൻ ആൻഡ് റിപ്പീറ്റ് ദ ലൂപ്പ് വൈൽ ദ സ്പെസിഫൈഡ് കണ്ടീഷൻ ഇസ് ട്രൂ. ആദ്യം എന്ത് ചെയ്യും, ഒരു വട്ടം ആ ഒരു ഡു വൈൽ ലൂപ്പിലുള്ള കണ്ടന്റ് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ടാണ് അത് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ദെൻ ഇതെന്ത് ചെയ്യും, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും അണ്ടിൽ ഏതുവരെ, കണ്ടീഷൻ ഫാൾസ് ആകുന്നത് വരെ എന്ത് ചെയ്യും, ഇത് എന്ത് ചെയ്യും, ഈ ലൂപ്പിലുള്ള കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഇതാണ് എന്ത് ഡു വൈൽ ലൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഡു വൈൽ ലൂപ്പ് അപ്പോൾ ഓർത്ത് വെക്കുക, ഒരു വട്ടം ഏതായാലും ആ ഡു വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. വൈൽ ലൂപ്പ് അങ്ങനെയല്ല, വൈൽ ലൂപ്പ് എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ്. ഡു വൈൽ ലൂപ്പ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പാണ്. ദാറ്റ് മീൻസ് എക്സിറ്റിലാണ് ഡു വൈലിൽ നിന്നുണ്ടാവുക കണ്ടീഷൻ ചെക്കിങ് ഉണ്ടാവാണ്ടോ. സോ ഇവിടെ ആയിരിക്കും കോഡ് എക്സിക്യൂട്ട് ചെയ്യേണ്ട കോഡ് ഉണ്ടാവുക. ഇവിടെ എന്ത് ചെയ്യും, കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, വീണ്ടും ഇത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ അവിടെ നിൽക്കും. ഓക്കെ, ഒരു വട്ടേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. സോ ഇതെന്താണ്, എക്സിറ്റിലാണ് ഇത് കണ്ടീഷൻ വെക്കുന്നത്. അതുകൊണ്ടാണ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയുന്നത്. വൈൽ ലൂപ്പ് എന്ത് ചെയ്യുന്നു, എൻട്രിയിലായിരുന്നു നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയാനുള്ള കാരണം. സോ ദിസ് ഇസ് സിൻടാക്സ് ഓഫ് ഡു വൈൽ ലൂപ്പ്. ദെൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ, x 1 ആക്കി വെച്ചു, ഡു കൊടുത്തു. നമ്മൾ നേരത്തെ അതേ എക്സാമ്പിളാണ്. ദ നമ്പർ ഈസ് 1 എന്ന് പ്രിന്റ് ചെയ്യും. ദെൻ 2 ആക്കുന്നു, കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. 2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, 5-നേക്കാട്ടിലും കുറവാണ്. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരും. ഇവിടെ വരും, ഇവിടെ എന്ത് ചെയ്യും, 2 പ്രിന്റ് ചെയ്യും. ദെൻ 3 ആവും, 3 5-നേക്കാട്ടിലും കുറവാണ്. അങ്ങനെ എന്ത് ചെയ്യും, കണ്ടീഷൻ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ ബ്ലോക്ക് ഓഫ് കോഡ് ഇങ്ങനെ, ഡൂലുള്ള ബ്ലോക്ക് ഓഫ് കോഡ് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഫാൾസ് ആകുമ്പോൾ ഇവിടെ പുറത്ത് വരും. ഓക്കെ, സോ ദിസ് ഇസ് ഡു വൈൽ ലൂപ്പ്. Then for loop എന്താണ്, it is used when you know in advance how many times the script should read. നമ്മൾ for loop യൂസ് ചെയ്യുക, നമുക്ക് എത്ര പ്രാവശ്യമാണ് ആ ഒരു ബ്ലോക്ക് ഓഫ് കോഡ് റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കുന്ന കേസിലാണ് നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുക. സോ ഫോർ ലൂപ്പ് അങ്ങനെ ആ ഒരു ലിമിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ഫോർ ലൂപ്പിൽ അങ്ങനെ പറയാനുള്ള കാരണം. ഇവിടെ നോക്കൂ, സിൻടാക്സ് നോക്കും. ഫോർ ഇനിറ്റ് കൗണ്ടർ, ടെസ്റ്റ് കൗണ്ടർ, ഇൻക്രിമെൻറ്റ് കൗണ്ടർ എന്നുള്ള രീതിയിലാണ് വരുന്നത്. അഥവാ ഇനീഷ്യലൈസ് ചെയ്തിട്ടുള്ള വാല്യൂ, പിന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട കണ്ടീഷൻ ഇവിടെ വരും. അതുപോലെ തന്നെ ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങളും ഇങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകുന്നു. നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും അല്ലേ. സോ എന്ത് ചെയ്യുന്നു, ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ബ്ലോക്ക് ഓഫ് കോഡ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഇവിടെ PHP തുടങ്ങുന്നു. ഫോർ $x = 0, ഇവിടെ നോക്കാം, ആദ്യം എക്സിൻ്റെ വാല്യൂ 0 ആക്കി. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ നോക്കി. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം ഇതിൻ്റെ ഉള്ളിൽ കിടക്കും. ഇവിടെ ഇത് എക്സിക്യൂട്ട് ചെയ്യില്ല കേട്ടോ. സോ എന്ത് ചെയ്യും,
ട്രൂ ആണ്, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്. സോ എക്കോ ദ നമ്പർ ഈസ് 10, ദ നമ്പർ ഈസ് 0. ഇവിടെ എക്സിൻ്റെ വാല്യൂ 0 ആണ്. സോ 0 എന്ന് പ്രിൻറ്റ് ചെയ്യും. ദെൻ ബ്രേക്ക് ചെയ്തിട്ട് അപ്പം എന്ത് ചെയ്യും, അടുത്ത ലൈനിലോട്ട് വരും. വീണ്ടും ഫോർ ലൂപ്പാണ്. സോ വീണ്ടും ഇവിടെ വരും. ഇങ്ങോട്ട് എന്ത് ചെയ്യും, പിന്നെ ഇതാണ് ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുക. എക്സിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, 1 ആക്കും. ദെൻ എന്ത് ചെയ്യുന്നു, എക്സിൻ്റെ വാല്യൂ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ, ആണ്. സോ 1 പ്രിൻറ്റ് ചെയ്യും. വീണ്ടും എവിടെ വരിക, ഇതാണ് എക്സിക്യൂട്ട് ചെയ്യുക. സോ എക്സിൻ്റെ വാല്യൂ 2 ആക്കും, കണ്ടീഷൻ ചെക്ക് ചെയ്യും, ഇതാക്കും. സോ ഇങ്ങനെയാണ് എന്ത് ഫോർ ലൂപ്പിൻ്റെ കേസ് വരുന്നത്. ദെൻ ഫോർ ഈച്ച് എന്താണെന്നുള്ളത്, ഫോർ ഈച്ച് നമുക്കറിയാം. ഫോർ ഈച്ച് ലൂപ്പ് വർക്ക്സ് ഓൺലി ഓൺ അറേസ്. അറേസിൻ്റെ കേസിലാണ് ഫോർ ഈച്ച് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഇസ് യൂസ്ഡ് ടു ലൂപ്പ് ത്രൂ ഈച്ച് കീ ഓർ കീ വാല്യൂ പെയേഴ്സ് ഇൻ ദ അറേ. അഥവാ ഇപ്പം ഇത് യൂസ് ചെയ്യുന്നത് കീ വാല്യൂ പെയേഴ്സ്, അറേയിലുള്ള കീ വാല്യൂ പെയേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അഥവാ അറേസിൻ്റെ കേസിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എക്സാമ്പിൾ പറയുന്ന സമയത്ത് കൂടുതൽ മനസ്സിലാവും. ലൂപ്സ് ത്രൂ എ ബ്ലോക്ക് ഓഫ് കോഡ് ഫോർ ഈച്ച് എലമെൻറ്റ് ഇൻ an array. ഈച്ച് എലമെൻറ്റ് അഥവാ അറേയിലുള്ള ഓരോ എലമെൻസിലും എന്താണ്, ആ ഒരു എലമെൻസിൽ എന്ത് ചെയ്യുന്നു, ബ്ലോക്ക് ഓഫ് കോഡ്, അതാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ നോക്കൂ, സിൻടാക്സ് നോക്കൂ. ഫോർ ഈച്ച് $array, അറേ ആസ് $values എന്നുള്ള രീതിയിൽ അറേയുടെ പേരും കൊടുക്കും, അതുപോലെ തന്നെ അതിൻ്റെ വാല്യൂസിൻ്റെ ഇതും കൊടുക്കും. സോ ദെൻ എന്ത് ചെയ്യുന്നു, കോഡ് ടു ബി എക്സിക്യൂട്ടഡ്. ദെൻ എന്ത് ചെയ്യും, കോഡ് എക്സിക്യൂട്ട് ചെയ്യേണ്ട കോഡ് ഇതിൻ്റെ ഉള്ളിലായിട്ട് കൊടുക്കും. എക്സാമ്പിൾ നോക്കാം. ഇവിടെ നോക്കൂ, PHP. ഞാൻ കളേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അറേ ഉണ്ടാക്കിയിട്ടുണ്ട്. അറേ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതിൽ റെഡ്, ഗ്രീന്, ബ്ലൂ, യെല്ലോ എന്നുള്ള രീതിയിലുള്ള ഇതുണ്ട്. ദെൻ ഫോർ ഈച്ച് കൊടുത്തു. ഫോർ ഈച്ച് $colors, ദാറ്റ് മീൻസ് ആ അറേയുടെ പേര് ജസ്റ്റ് ഇവിടെ കൊടുക്കുക. ആസ് എന്നുള്ളത് കൊടുക്കുക. $values എന്ന് കൊടുക്കുക. വാല്യൂ എന്ന് കൊടുക്കുക. $value. ദെൻ എന്ത് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. $value കൊടുത്താൽ എന്ത് ചെയ്യും, ഈ കളേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള അറേയിലുള്ള ഓരോ വാല്യൂസും നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ വാല്യൂ ആയിട്ട് കിട്ടും. ദാറ്റ് മീൻസ് ആദ്യം എന്ത് വരും, വാല്യൂസ് $colors ആസ് വാല്യൂസ് കൊടുത്ത് വാല്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം ഇവിടെ എന്ത് വരും, റെഡ് വരും. ആ റെഡ് ഇവിടെ പ്രിൻറ്റ് ചെയ്യും. രണ്ടാമത് ഗ്രീൻ വരും, ഗ്രീൻ ഇവിടെ പ്രിൻറ്റ് ചെയ്യും. ബ്ലൂ വരും, ബ്ലൂ പ്രിൻറ്റ് ചെയ്യും. യെല്ലോ വരും, യെല്ലോ പ്രിൻറ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു അറേസിൽ നമ്മളുടെ വാല്യൂസ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന, അറേയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റിപ്പീറ്റഡ് ആയിട്ട് ലൂപ്പിംഗ് അല്ലേ, ലൂപ്പിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കൺസെപ്റ്റാണ് ഫോർ ഈച്ച് ലൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കേസും കൂടി പറയാനുണ്ട്. ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ഇതാണ് മറ്റൊരു കേസ് കേട്ടോ. ഫോർ ഈച്ചിൻ്റെ ഒരു മറ്റൊരു കേസ് ഇതാണ്. ഇവിടെ നോക്കൂ, ഒരു ഏജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അറേ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലുള്ളത് എന്താണ്, കീ വാല്യൂ പെയേഴ്സ്. ഇതാണ് ഇതുപോലുള്ളതാണ് കീ വാല്യൂ പെയേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇവിടെ പീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഒരു കീ ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് 35. ബെൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു കീ ആണ്, അതിന് കറസ്പോണ്ടിങ് വാല്യൂ 37. ജോ എന്ന് പറഞ്ഞാൽ ഒരു കീ 43. കീ വാല്യൂ പെയേഴ്സ് എന്ന് നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഇങ്ങനെ എന്ത് ചെയ്യും, അറേ നമുക്ക് കീ വാല്യൂ പെയേഴ്സ് ആയിട്ട് കൊടുക്കാം. ഡയറക്റ്റ് ആയിട്ട് വാല്യൂസ് മാത്രമുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. നേരത്തെ കണ്ടത് വാല്യൂസ് മാത്രമുള്ള രീതി, ഇത് വാല്യൂസ് മാത്രമുള്ള രീതിയിൽ, ഇത് കീ വാല്യൂ പെയേഴ്സ് ഉള്ള രീതിയിൽ, കീയും വാല്യൂ ഉള്ള കേസ്. സോ അങ്ങനെ ആ സമയത്ത് എന്തായിരിക്കും, ചെറിയൊരു ഡിഫറൻസ് ഇവിടെ ഫോർ ഈച്ചിൻ്റെ ഇതിൽ വരുന്നുള്ളൂ. $each അഥവാ ആ ഒരു അറേയുടെ പേര് കൊടുക്കുക ആസ് $x എന്നുള്ളൊരു, ദെൻ എന്ത് ചെയ്യുക, എന്ത് ചെയ്യുന്നു, നമ്മൾ കീ വാല്യൂ പെയറിന് ഇടയിൽ ഉപയോഗിക്കുന്നത് കൊടുക്കുക. $val എന്ന് കൊടുക്കുക. സോ എന്ത് ചെയ്താൽ മതി, $x = $value പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓരോ പീറ്റർ 35, ബെൻ 37, ജോ 43 എന്നുള്ളത് ഓരോന്നും ഇങ്ങനെ ലൂപ്പിൽ കിടന്നുകൊണ്ട് പ്രിൻ്റ് ആയിക്കോളും. ഓക്കെ, സോ ദിസ് ഇസ് ഫോർ ഈച്ച് ലൂപ്പ്. രണ്ട് കേസും ഒന്ന് ഓർത്ത് വെക്കാം. ഇത് നമുക്ക് ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ കൂടിയുണ്ട്. ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അനദർ കാറ്റഗറി. ഇറ്റ് വാസ് യൂസ്ഡ് ടു ജംപ് ഔട്ട് ഓഫ് എ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. നമുക്കറിയാം ബ്രേക്ക് നമ്മൾ എവിടെ കണ്ടിട്ടുള്ളത്, സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്ത സമയത്ത് കണ്ടു അല്ലേ. എന്ത് ചെയ്യുന്നു, സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് പുറത്ത് ചാടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്ത്, ബ്രേക്ക് എന്ന് പറഞ്ഞാൽ അല്ലേ. അതുപോലെ തന്നെ കണ്ടിന്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടുന്ന് ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ നമുക്ക് പുറത്ത് വരാൻ വേണ്ടിയിട്ട്, വേറെ ഏതെങ്കിലും ഒരു ലൊക്കേഷനിലോട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബ്രേക്കും അതുപോലെ തന്നെ കണ്ടിന്യൂം യൂസ് ചെയ്യാം. ദ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കാൻ ആൾസോ ബി യൂസ്ഡ് ടു ജംപ് ഔട്ട് ഓഫ് ദ ലൂപ്പ്. അഥവാ ലൂപ്പിൽ നിന്ന് പുറത്ത് വരാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ ഏതെങ്കിലും ഒരു ലൂപ്പിലാണ് ഇപ്പം കൺട്രോൾ നിൽക്കുന്നതെങ്കിൽ ആ ലൂപ്പിൽ നിന്ന് നേരെ പുറത്ത് ചാടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് കോമൺ ആയിട്ടും യൂസ് ചെയ്യുന്നത്. ദ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് ബ്രേക്സ് one iteration in the loop if a specified condition occurs and continue with the next iteration in the loop. അപ്പം എന്ത് ചെയ്തു,
സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ഓഫ് കോഡ് എന്ത് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ദെൻ എന്ത് ചെയ്യുന്നു, നമ്മൾ കണ്ടിന്യൂ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ അതേ ബ്ലോക്ക് തന്നെ, അതൊരു പർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, അതേ ബ്ലോക്ക് ഓഫ് കോഡ് തന്നെ വീണ്ടും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുത്താൽ മതി, കണ്ടിന്യൂ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതേ ബ്ലോക്ക് ഓഫ് കോഡ് തന്നെ വീണ്ടും എന്ത് ചെയ്യും, ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ കൊടുത്താണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂ എന്നുള്ളത് കൊടുക്കാം. അല്ലാത്ത രീതിയിലും കൊടുക്കുന്നതുണ്ട്. സോ എന്ത് ചെയ്യുന്നു, നമുക്ക് അങ്ങനെ ഐട്രേഷൻ അല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അതിനുള്ള എക്സാമ്പിളാണ് ഇവിടെ കാണിക്കുന്നത്. ബ്രേക്കിനുള്ളത് ഒരു ഫോർ ലൂപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ $x=0, x<10, $x++ കൊടുത്തു. ദെൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ആദ്യം എക്സിൻ്റെ വാല്യൂ 0 ആണ്. സോ ആദ്യം ഇവിടെ ഈഫിൽ ചെക്ക് ചെയ്യുന്നു എക്സിൻ്റെ വാല്യൂ 4 ആണോ, അല്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ബ്രേക്ക് ചെയ്യണം. ദാറ്റ് മീൻസ് ഈ ഈഫിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടും. ദ നമ്പർ ഈസ് എന്ത് ചെയ്യും, $xലുള്ള വാല്യൂ എത്ര 0 എന്ന് പ്രിൻറ്റ് ചെയ്യും. ഇതിങ്ങനെ വീണ്ടും എന്ത് ചെയ്യും, എവിടെ വരും, എക്സിൻ്റെ വാല്യൂ 1 ആക്കും. 1 ആണോ നോക്കി 1 പ്രിൻറ്റ് ചെയ്തു. ദെൻ 2 ആകും. 2 ആണോ നോക്കി 2 എന്ത് ചെയ്തു, അല്ല, സോ എന്ത് ചെയ്യും, 3 ആക്കി 4 ആക്കി. 4 ആകുമ്പോൾ 4<10 ആണോ നോക്കി, ആണ്, ട്രൂ ആണ്. സോ ഇവിടെ കിടന്നു, 4ൻ്റെ ഉള്ളിൽ കിടന്നു. ദെൻ എക്സിൻ്റെ വാല്യൂ 4=4 ആണോ, ആണ്. സോ ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ആകുക പറഞ്ഞാൽ നേരെ ഇവിടെ വരും, ഇവിടെ ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യും, ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യും, ബ്രേക്ക് ആയിട്ട് പുറത്ത് കിടക്കും. സോ ഈ ഒരു കേസ് 4 ആകുന്ന സമയത്ത് എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്തിട്ട് ഫോർ ലൂപ്പിൻ്റെ അടുക്കും, ബാക്കിയുള്ള നമ്പേഴ്സ് ഒന്നും പ്രിൻറ്റ് ചെയ്യില്ല. സോ ഇതാണ് ഈ ഒരു കേസിൽ വരുന്നത്. സോ ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കുന്നത്.